വളരെ അടുത്ത് പരിചയമുള്ള ഒരു വയലിനിസ്റ്റ് പറഞ്ഞൊരു അനുഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ബാംഗ്ലൂർ ഒരു വലിയ കൺവെൻഷൻ നടക്കുന്നു. അപ്പോൾ ഇവരെ ആ മ്യൂസിക് ഗ്രൂപ്പിലേക്കാണ് വിളിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഒരു 5-6 വയലിനിസ്റ്റുമാരുണ്ടായിരുന്നു. വേറെ പല സ്ഥലത്തുനിന്നുള്ള മ്യൂസിഷ്യൻസ് ഉണ്ട്. ഈ വലിയ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള പ്രീച്ചർ ബെന്നി ഹിന്നാണ്. ഫേമസ് ആയിട്ടുള്ള ഹീലർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെഷനിൽ ഇദ്ദേഹം ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങളെല്ലാവരും തന്നെ കമിഴ്ന്ന് വീണുവാണ്. എക്സെപ്റ്റ് ഈ കേരളത്തിൽ നിന്ന് പോയ ഈ വയലിൻ ഗ്രൂപ്പുകാരും വീണില്ല. പിറ്റേ സെഷൻ മുതൽ അവരെ അവിടെ നിന്ന് പാക്ക് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഈ വയലിനിസ്റ്റ് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞാൽ, വെച്ചാൽ ഫുൾ തട്ടിപ്പാണ്, അയാൾക്ക് ഞങ്ങൾ ആരും തൊടാൻ പറ്റിയില്ല. ഇവിടെ ഇഷ്യൂ തട്ടിപ്പിൻ്റെ അല്ല, ഇവിടെ ഇഷ്യൂ അൺബിലീഫിൻ്റെ ആണ്. വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ബെന്നിഹിന് അവരെ തൊടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇത് ഗോസ്പലിൽ സെയിം സിറ്റുവേഷനാണ്. ഈശോ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടുകാർക്ക് ഈശോയെക്കുറിച്ച് അറിയാം, ഈശോ നടത്തിയ അത്ഭുതങ്ങളെക്കുറിച്ച് അറിയാം, ഈശോയുടെ വാക്കുകൾ അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഈശോയ്ക്ക് അവിടെ അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ സങ്കടത്തോടെ വായിക്കേണ്ട ഒരു വാക്കാണത്. ഈശോയ്ക്ക് അവിടെ അത്ഭുതമൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാൻ പറ്റാഞ്ഞത് ഈശോയ്ക്ക് പവറില്ലാത്തതുകൊണ്ടല്ല, ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാനുള്ള പർപ്പസ് ഉണ്ടായില്ല. നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി, നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈശോ നമുക്കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നുള്ളതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്ന് പറയലല്ല, ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് കണ്ടു, ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് കാണുന്നു. ഇതാണ് ഫെയ്ത്ത്.